പൊന്നാനി ഉപജില്ലാ കലോത്സവത്തിൽ നമ്മളെ വിജയിച്ച മത്സരാർത്ഥികൾക്കുള്ള സമ്മാനങ്ങളൊക്കെ ഇവിടെ റെഡിയാണ്. നമുക്ക് അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ സാറിൻ്റെ അടുത്ത് ചോദിക്കാം. സാർ, റോളിംഗ് ട്രോഫിയും എല്ലാം തയ്യാറാണ്. എന്തൊക്കെയാണ് അതിൻ്റെ വിശേഷം? അതെ, പൊന്നാനിയെ സംബന്ധിച്ച് കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ എല്ലാ തരത്തിലും അടയാളപ്പെടുത്തിയ ഒരിടം എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ എല്ലാ മഹിമയും വിളിച്ചു വന്ന രീതിയിലാണ് മേള നടക്കുന്നത്. ഒപ്പം തന്നെ മേളയിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കുള്ള സമ്മാനം എന്ന് പറയുന്നത് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ എത്തിക്കുക, കുട്ടികളെയൊക്കെ സന്തോഷിപ്പിക്കുക എന്ന ഉദ്ദേശമാണ് ഈ ട്രോഫി കമ്മിറ്റിക്കുള്ളത്. ഞങ്ങളെ സംബന്ധിച്ച് സാധാരണ എല്ലാ വർഷങ്ങളും 68ഓളം എവർ റോളിംഗ് ട്രോഫികളാണ് കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇത്തവണ വളരെ പ്രധാനപ്പെട്ട പൊന്നാനിയുടെ അധ്യാപക മുത്തശ്ശി എന്നറിയപ്പെടുന്ന ഗൗരി ടീച്ചറുടെ ഓർമ്മയ്ക്കായിട്ട് അവരുടെ കുടുംബം 4 റോളിംഗ് ട്രോഫികളാണ് എത്തിച്ചിരിക്കുന്നത്. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി എന്ന രീതിയിൽ എല്ലാ വിഭാഗങ്ങൾക്കും കൊടുക്കാനായിട്ട് 4 ട്രോഫി കൂടെ പുതുതായിട്ട് വന്നിരിക്കുന്നു. അതുകൂടാതെ കുഞ്ഞുമുഹമ്മദ് മാസ്റ്റർ ഓർമ്മയ്ക്കായിട്ടുള്ള 2 ട്രോഫിയും കൂടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ അതുപോലെ വ്യക്തിഗത ഐറ്റം 1000ഓളം ട്രോഫികളാണ് ട്രോഫി കമ്മിറ്റി എത്തിച്ചിരിക്കുന്നത്. ട്രോഫി കമ്മിറ്റി AKSTU എന്ന അധ്യാപക സംഘടനയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഒപ്പം എല്ലാവരുടെയും പൊതുവിലെ മറ്റ് അധ്യാപക സംഘടനകൾ, അതുപോലെ തന്നെ ബഹുജനങ്ങൾ, PTA തുടങ്ങി എല്ലാവരുടെയും പങ്കാളിത്തത്തോടു കൂടി തന്നെയാണ് ഈ ഒരു പരിപാടി ഏറ്റവും നല്ല രീതിയിൽ, അതിന് ഏറ്റവും മികച്ച രീതിയിൽ കുട്ടികളൊക്കെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങളത് ഏറ്റെടുത്തിരിക്കുന്നത്. വിജയകരമായ രീതിയിൽ അതിൻ്റെ വർക്കുകൾ നടക്കുന്നു. സർട്ടിഫിക്കറ്റുകളൊക്കെ ഇതുവരെ നടന്ന പരിപാടികളുടെയൊക്കെ സർട്ടിഫിക്കറ്റ് എത്തിക്കഴിഞ്ഞു. അതൊക്കെയും സോർട്ട് ചെയ്ത് വെച്ച് ഓരോ സ്കൂളിന് വേണ്ട രീതിയിലേക്ക് ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഏകദേശം ടോട്ടൽ എത്ര ട്രോഫികളായിരിക്കും? വ്യക്തിഗത ഇനങ്ങളിൽ എത്ര ട്രോഫികൾ? വ്യക്തിഗത ഐറ്റം 1000ഓളം ട്രോഫികൾ എത്തിക്കഴിഞ്ഞു. 1000-ലേറെ ട്രോഫികൾ വ്യക്തിഗതമായിട്ട് ഇങ്ങനെ നിർത്തിവെച്ചിട്ടുണ്ട്. എല്ലാ മേഖലയിലും ഫസ്റ്റ് ലഭിച്ച കുട്ടികൾക്ക് മാത്രമാണത്. മറ്റ് സെക്കൻഡും തേർഡും വരുന്നവർക്ക് സർട്ടിഫിക്കറ്റാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വേറെ എന്തൊക്കെയാണ് ടീച്ചറെ? നമ്മൾ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. AKSTU സംഘടനയാണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ വളരെ ഭംഗിയായിട്ട് ചെയ്യണം തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇന്നിപ്പോൾ സർട്ടിഫിക്കറ്റൊക്കെ ഓരോ തരത്തിൽ UP, HSS എന്ന ഓർഡറിൽ അടക്കിയിട്ടുണ്ട്. പിന്നെ നാളത്തോട് കൂടിയിട്ട് ഈ പരിപാടി നല്ല വിജയകരമായിട്ട് അവസാനിപ്പിക്കാൻ കഴിയുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. വിജയിച്ച കുട്ടികളുടെ ഈ ഇതുപോലെയുള്ള നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ അത് അന്നന്ന് തന്നെ ചെയ്ത് ഒക്കെ സെറ്റാക്കി വെക്കുന്നുണ്ടോ? എല്ലാം സെറ്റാണ് കാര്യങ്ങൾ. കുട്ടികളുടെ കഴിവിനനുസരിച്ചിട്ട് ഫസ്റ്റ്, സെക്കൻഡ്, ഓവറോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഭാഗത്ത് എല്ലാം സെറ്റാണ്. ഇനി നാളത്തോട് കൂടി എല്ലാം വിജയകരമായിട്ട് ചെയ്യാൻ തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം. അപ്പോൾ എന്തായാലും പറഞ്ഞ പോലെ വിജയികളെ കാത്ത് ട്രോഫികൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. മത്സരങ്ങൾ അവിടെ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പൊന്നാനിയുടെ ഉത്സവം ഗംഭീരമായിട്ട് ഈ കലോത്സവം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാമറ പേഴ്സൺ ഗിരീഷ് ലാലിനൊപ്പം ആതിര ശിവദാസ്, NC.